പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണിച്ചേ. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ ദിവസം ഈ പുലരി കാണുവാൻ ഇടയാക്കിയതിന് നന്ദി പറയുന്ന ഈശോയെ, ഒത്തിരിയേറെ ആൾക്കാർ അക്ഷമരായി ആകാംക്ഷയോടെ ഈ ദിവസങ്ങൾ കപാസനത്തിലുണ്ടായിരുന്നെങ്കിൽ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഈ കുരിശിൻ്റെ ആശീർവാദം അമ്മേൻ്റെ പുറകെ നിൽക്കുന്ന മക്കളെ നിങ്ങളെ ആശീർവദിക്കുന്നതിന് വേണ്ടി, അപ്പം നിങ്ങളുടെ ജീവിതത്തിൻ്റെ കണ്ണുനീര് ഇന്നത്തെ ദിവസം അമ്മ പ്രത്യേകമായ കൃപ നൽകി അനുഗ്രഹം നൽകിക്കൊണ്ട് നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന സങ്കടങ്ങളിൽ നിന്നും രോഗ അരിഷ്ടതകളിൽ നിന്നും കർത്താവ് നിങ്ങളെ സംരക്ഷിക്കാൻ അമ്മ മധ്യസ്ഥം വഹിക്കുകയാണ്. കർത്താവെ, എൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തിയതിൻ്റെ അടയാളമാണ് 2004 അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ. അത് ഏറ്റെടുത്തപ്പോൾ ദൈവമഹത്വപ്പെട്ടതിൻ്റെ തുടർ ദൈവാനുഭവങ്ങളാണ് ഉടമ്പടിയിലൂടെ
ലഭിക്കുന്ന സഹസ്രക്കണക്കിന് സാക്ഷ്യങ്ങൾ എൻ്റെ ഈ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്കും അവരുടെ ജീവിത ഭൗതികവും അവരുടെ മാനസികവും ശാരീരികവും കുടുംബപരവും ആയിട്ടുള്ള എല്ലാ മേഖലകളിലും അതിൻ്റെ പ്രത്യേക അനുഗ്രഹം ഈ നിമിഷം ആവശ്യിക്കാനും നിങ്ങൾ ഇപ്പോൾ വഴിമുട്ടി നിൽക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും ദൈവിക ഇടപെടലുണ്ടാകാനും ഇന്ന് നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ അവർക്ക് സമാധാനം ആശംസിക്കുക. നിങ്ങൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെയും പ്രത്യക്ഷീകരണ സന്ദേശത്തിൻ്റെയും പ്രേക്ഷിതരാകാൻ വേണ്ടി നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ പുനഃസമർപ്പണം ചെയ്യുക. ആ പുനഃസമർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഏതെങ്കിലും പ്രത്യേക സമ്മർദ്ദത്തിലെ ഉടമ്പടിയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വരാനും എല്ലാവരും ഇവിടെ ഇന്ന് ഇക്കാര്യങ്ങളെല്ലാം സാക്ഷ്യം പറയണത് ഞങ്ങൾ ഈ ജീവിതം ഇപ്പം ഞാൻ പറഞ്ഞത് കേട്ടതേ ഉള്ളൂ. ഞാൻ കുറച്ച് മുമ്പ് അൽത്താര എന്ന സമയത്ത് കേട്ട സാക്ഷ്യം എന്ന് പറയണത് ഈ ജീവിതകാലം മുഴുവനും ഉടമ്പടി ദൈവം എനിക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഉടമ്പടി എന്നാണ്. അത് ഉടമ്പടി ആണ് ജീവിതം എന്ന് പറയുന്നവരുണ്ട്. എനിക്കിനി ജീവിതം ഉടമ്പടിയാണ് എന്ന് പറയുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും, നമ്മൾ ചിന്തിച്ചതിനേക്കാളും അമ്മ ഉടമ്പടി തന്നപ്പോൾ ഞാൻ ആലോചിച്ചതിനേക്കാൾ എന്തുമാത്രം വലിയ ആഴത്തിലാണ് മനുഷ്യർ അനുഭവിച്ചതെന്ന് ഓർക്കും. കർത്താവേ, അതുപോലെ അനുഭവത്തിൻ്റെ ഒരു പങ്ക് എല്ലാവർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളിന്ന് നിങ്ങളുടെ കൂടപ്രഭുക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ ഞാൻ ഈ നിമിഷം പ്രാർത്ഥനയിൽ ഓർക്കുന്നു. നിങ്ങൾ ഈ ആഴ്ച ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ, ഈ മാസം ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പറ്റത്തില്ലെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയിട്ട് ഇത് എങ്ങനെ ചെയ്ത് ഒപ്പിക്കും അവസാനിപ്പിക്കും എന്ന് വിഷമിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ഇന്ന് പരിശുദ്ധമ്മ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസങ്ങളിലെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങളിലും തീരെ ശാരീരികമായ വേദനകളിലും ഉറക്കമില്ലാത്തവർ, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ, ശരീരം ഊത്തറുള്ളവർ, ത്വക്ക് രോഗികൾ, കർത്താവേ നിൻ്റെ വിശുദ്ധമായ രക്തത്താൽ അവരെ കുളിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വിശുദ്ധമായ രക്തത്താൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ മറ്റുള്ളവരെ ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ അവർ നിങ്ങൾ ആരെക്കുറിച്ചെങ്ങാണ് ഓർക്കുന്നത് അവരുടെ മേലെല്ലാം കർത്താവിൻ്റെ ആശ്വാസത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും ശക്തിയുടെയും കൃപയുണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ മുഴുവൻ ചൈതന്യം ഈ മാസം മുഴുവനും നിറഞ്ഞു നിൽക്കാൻ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തിയാൽ നിൻ്റെ എല്ലാ നിയോഗങ്ങളും ഏറ്റെടുക്കുകയും നിവർത്തിക്കുകയും മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ വിലപിടിപ്പുള്ള സാക്ഷിയായി ദൈവം നിന്നെ മാറ്റുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്വരശ്വരം നീക്കുവാമേ. ഇന്ന് വലിയ ദിവസമാണ്. ആയിരക്കണക്കിന് മനുഷ്യർ മാതാവിൻ്റെ മരിയ സന്നിധാനം തുറന്നതിൻ്റെ ഭാഗമായി കടലോരത്തൊക്കെ കായൽ മുറിക്കുമ്പോൾ കായലിലെ ജലം വലിയ ജലപ്രവാഹമായി കടലിലേക്ക് എത്തിച്ചേരുന്ന പോലെയാണ്. മാതാവിനെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ ദിവസം പരിശുദ്ധമ്മയെ കാണാനും പ്രാർത്ഥിക്കാനും ജനങ്ങളെ കൃപാസനത്തിൽ വരുന്ന കഴിഞ്ഞ പോലും ആൾക്കാർക്ക് നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കുകളുണ്ടായിരുന്നു. ഞെരുക്കം, അപകടകരമായ ഞെരുക്കം. ഇപ്രാവശ്യം നമ്മളത് പല സ്ഥലങ്ങളിലേക്ക് ശുശ്രൂഷകളെല്ലാം നിർത്തി ഒരു മാതാവിനെ കണ്ട് ശാന്തവും സൗമ്യമായി അവരുടെ സങ്കടങ്ങളും നന്ദിയും ഒക്കെ പറഞ്ഞ് അൾത്താര തുറന്ന് തൊട്ട് പ്രാർത്ഥിച്ചു പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. രാവിലെ 5 മണിക്കാണ് അൾത്താര തുറന്നത്. ഈ നല്ല ദിവസത്തിൻ്റെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ഏറ്റെടുത്ത് ജീവിതത്തിലേക്ക് പകർത്തിയ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ജീവിതം ഇന്ന് ദൈവത്തിൽ ആഘോഷിക്കുന്നത്. എല്ലാത്തിനും നന്ദി പറയുന്ന ഒരു കൃതജ്ഞതാ ദിനം കൂടിയാണിന്ന്. എനിക്ക് വളരെയേറെ പ്രതീക്ഷയുണ്ട്. കാരണം
മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ലോകവ്യാപകമായ രീതിയിൽ സഭ ഔദ്യോഗികമായി ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് അതിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുമ്പോൾ ലോകത്തിൻ്റെ പല പ്രശ്നങ്ങൾക്കും ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്നാണ് അമ്മ അന്ന് പറഞ്ഞത്. എത്ര ദുരന്തങ്ങൾ അതിനുശേഷമാണ് ദുരന്തങ്ങളെല്ലാം വരാൻ തുടങ്ങിയത്. അമ്മ പ്രത്യക്ഷപ്പെട്ട ഡിസംബർ 7-ാം തീയതിയാണെങ്കിലും അടുത്ത ഡിസംബർ ആ മാസം തന്നെ 26-ാം തീയതി ആയപ്പോഴാണ് സുനാമി വന്നത്. പിന്നെ നമുക്കറിയാം ചിക്കൻ ഗുനിയ, 2006 ചിക്കൻ ഗുനിയ, 2009-12 നിപ്പ വൈറസ്, അതിനിടയ്ക്കുള്ള ദുരന്തത്തിൻ്റെ ഇടക്കാല ദുർമുഖം പോലെ തക്കാളിപ്പനികളും പക്ഷിപ്പനികളും, പിന്നീടത് നമ്മളെത്തി ഇത് 18 മഹാപ്രളയം, അതിനുശേഷം 19 കോവിഡ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്തുകളൊക്കെ ദുരന്തമായിട്ട് ഇപ്പോഴും നമ്മുടെ മേഖലകളൊന്നും ഇപ്പോഴും ഉണർന്നു വന്നിട്ടില്ലല്ലോ. കടക്കാരുകളെല്ലാം കമ്പോളങ്ങളെല്ലാം ഇപ്പോഴും കടക്കണിയിലാണ്. 2 കൊല്ലം കച്ചവടം ഉണ്ടായിരുന്ന കച്ചവടം പൂട്ടിയതിൻ്റെ പേരിൽ പലിശ ഗവൺമെൻറ്റോ അതുപോലെ തന്നെ ബാങ്കോ പലിശ ഒന്നും ഇളവ് ചെയ്ത് കൊടുത്തില്ലല്ലോ. അതിൻ്റെ പേരിൽ പലിശക്ക് പലിശയായിട്ട് എന്തുമാത്രം മനുഷ്യരാണ്. അതിൽ നിന്നും കരകയറിയിട്ടില്ല. അതിൻ്റെ സങ്കടങ്ങളൊക്കെ ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. അത് ദുരന്തമായി പോവുകയാണ്. ഈ ഒരു കാലത്താണ് അമ്മ ആശ്വാസത്തിൻ്റെ ഒരു പച്ചത്തുരുത്ത് പോലെ ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വലിയ അനുഗ്രഹം തന്നത്. അത് അർത്ഥം മനസ്സിലാക്കി അതിൻ്റെ അകത്ത് അഭിഷേകത്തോടെ മുഴുകിയവരെല്ലാവരും എല്ലാ ക്രൈസിസിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു. പലരും അത് ഒരു അനുഷ്ഠാനം പോലെ എടുക്കുകയും വളരെ ഇക്കോണമിക്കായിട്ട് അതിനെ കാണുകയും ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം ദൈവമായിട്ടുള്ള ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം തങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം അത് അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്കാണ് അല്പമെങ്കിലും അധ്യയന വരൾച്ച വന്നത്. ബാക്കി എല്ലാവരും പറഞ്ഞ സാക്ഷ്യങ്ങൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നിയത് ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഫലം എന്ന് പറയുന്നത് ലൂക്കാസ് സുവിശേഷം 2:30 എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത അത് ഉടമ്പടിയിലാണ് നമ്മൾ ശരിക്കും അനുഭവിക്കുന്നത്. ഉടമ്പടി നിർത്താത്ത ഒരു ക്രിസ്മസ് അനുഭവമാണ്, ഒരു രക്ഷാനുഭവമാണ്. എല്ലാ മനുഷ്യരും ഉടമ്പടി ചെയ്യുന്ന എല്ലാ തരം മനുഷ്യർക്കും ദൈവം വലിയ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും നൽകുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നല്ല ദിവസത്തിൻ്റെ എല്ലാ മംഗളങ്ങളും നിങ്ങൾക്കിവിടെ വരാൻ കഴിഞ്ഞില്ല എന്നെങ്കിലും നിങ്ങൾ വിഷമിക്കരുത്. ഞങ്ങൾ ഇന്ന് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇവിടെ നടക്കുന്ന എല്ലാ പരിശുദ്ധ കുർബാനകളിലും ആരാധനകളിലും എല്ലാം ഞങ്ങൾ ഓർക്കും. ഞങ്ങൾ തുറന്ന സ്തുതികടെ ഹല്ലേലൂയ 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 യേശുവേ 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 നന്ദി ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ മഹത്വം ഹല്ലേലൂയ 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 സ്തുതിക്കുന്നു 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.
ഹല്ലേലൂയ ശക്തിയോടെ സ്തുതിക്കട്ടെ ഹല്ലേലൂയ 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 യേശുവേ ആരാധന യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി ഹല്ലേലൂയ ആരാധന 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 ഇസ്ഹായിനിടയനേ ആരാധന ഇസ്രായേലിൻ രാജനേ ആരാധന 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 രണ്ടുപേരുടെ സ്തുതിയുടെ ഹല്ലേലൂയ സ്തുതിക്കുന്നു ശക്തിയുടെ സ്തുതിയുടെ ഹല്ലേലൂയ ഹല്ലേലൂയ ചോദിക്കുന്ന നന്ദി പറഞ്ഞോട് സ്തുതിയുടെ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന യേശുവേ നന്ദി യേശുവേ മഹത്വം ഹല്ലേലൂയ സ്തുതിക്കുന്നു ഹല്ലേലൂയ 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 യേശുവേ ആരാധന യേശുവേ നന്ദി ഹല്ലേലൂയ 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 സ്തുതിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന യേശുവേ നന്ദി യേശുവേ മഹത്വം ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ നമ്മെ ഓരോരുത്തരെയും പ്രത്യേകമാവിധം സമർപ്പിക്കാം. പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്താൽ ലോകജനതയ്ക്ക് ക്രിസ്തു സ്നേഹത്തിൻ്റെ പുതിയ കാലം തുറന്നുകൊടുത്ത പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മ ദൈവത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് അമ്മ മാതാവിൻ്റെ വലിയ സംരക്ഷണ മാധ്യസ്ഥ സഹായത്തിൽ ആയിരക്കണക്കിന് മക്കൾക്ക് അവരുടെ സങ്കടങ്ങൾ അകറ്റി ജീവിത വിഷയങ്ങൾ പരിഹരിച്ച് പരീക്ഷകൾക്ക് വിജയം നൽകി വിദേശത്തേക്ക് ജോലി നൽകി എല്ലാവരും ഉപേക്ഷിച്ച രോഗക്ലേശങ്ങൾക്ക് സൗഖ്യം നൽകി ഈശോ അവിടുത്തെ തിരുരക്തത്താൽ കൃപയാൽ ഓരോരുത്തരെയും സഹായിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മ ഈ ആരാധനയിൽ ലോകം മുഴുവനും നാളിതുവരെ ഉടമ്പടി എടുത്തു പോയിട്ടുള്ള എല്ലാ മക്കളെയും ചേർത്ത് വയ്ക്കുന്നു. ഉടമ്പടി പുതുക്കി ഇപ്പോഴും ജീവിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിലൂടെ ഈശോയുടെ അരികിലേക്ക് സ്നേഹത്തോടെ അണയുവാനും അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവാനും ജീവിതത്തിൻ്റെ പഴയ മാർഗങ്ങൾ പരിത്യജിച്ചുകൊണ്ട് സ്വർഗത്തിന് ചേർന്ന വിധം ദൈവേഷ്ടപ്രകാരം ജീവിതത്തെ നവീകരിക്കുവാനും ആയിരക്കണക്കിന് മക്കളുടെ ആത്മാക്കളെ ഈ നാളുകളിൽ ഈശോ സ്പർശിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് നാം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് എത്ര വലിയ കരുണയാണ് ഞങ്ങളോട് കാട്ടിയത്. അവിടുത്തെ സ്നേഹം എത്രയോ അപരിമേയമാണ്. അങ്ങയെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് അരികിലെത്തി ഞങ്ങളുടെ ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങളുടെ യോഗ്യതകൾ പോലും പരിഗണിക്കാതെ, ഞങ്ങളുടെ കുറവുകൾ പോലും പരിഗണിക്കാതെ അനന്ത കൃപയാൽ അവിടുന്ന് ഞങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ അങ്ങിൽ നിന്ന് കുതറിമാറി നടക്കുമ്പോഴും അങ്ങ് ഒരിക്കൽ പോലും ഞങ്ങളെ വിട്ടുപേക്ഷിക്കാതെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. കർത്താവേ, അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണയിലൂടെ ഈ നാളുകളിൽ ഉടമ്പടി നിയോഗം എഴുതി വെച്ച് അനുഗ്രഹം പ്രാപിച്ച എല്ലാ മക്കളെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. ഉടമ്പടിയിൽ ഇപ്പോഴും ആയിരിക്കുന്ന അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ ഈശോയുടെ അരികിലേക്ക് നിരന്തരം പ്രാർത്ഥന ഉയർത്തുന്ന ഓരോ മകനെയും മകളെയും ഓർത്ത്
അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോനാഥ, ഉടമ്പടി ജീവിതത്തിലേക്ക് വരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഉടമ്പടി ധ്യാനം എന്തെന്ന്, ഉടമ്പടി ജീവിതം എന്തെന്ന് ഈ നാളുകളിൽ സാക്ഷ്യങ്ങൾ കേട്ട് ധ്യാനങ്ങളിൽ പങ്കുചേർന്ന ആഗ്രഹത്തോടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് മക്കളെല്ലാവരെയും ഓർത്ത് ഈശോയെ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോനാഥ, ഈ ഉടമ്പടി ഈ ആഴ്ച മുഴുവനും അമ്മ മാതാവിൻ്റെ ആ ദർശനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് മക്കളെ ഈ ഇടത്തിലേക്ക് ഒരുമിച്ച് കൂട്ടുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് അനേക ജീവിതങ്ങൾക്ക് മനസ്സാന്തര അനുഭവം നൽകി അവിടുന്ന് കൈപിടിച്ച് നടത്തുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരും ഉപേക്ഷിക്കുമ്പോൾ, യാതൊരു വഴിയുമില്ലാതെ അലയുമ്പോൾ അവിടുന്ന് മാത്രം പുതിയ വഴികൾ തുറന്നു കൊടുത്ത് ഓരോ മക്കളുടെയും ജീവിതത്തെ സ്പർശിക്കുന്നതിന്, നയിക്കുന്നതിന്, സഹായിക്കുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ആരാധനയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഓൺലൈനിൽ ഇത് കൂടിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ആശീർവദിക്കണമേ. കർത്താവേ, നിന്റെ അരികിലേക്ക് ഈ ആരാധനാ മണിക്കൂറിൽ പ്രത്യേകമാവിധം നിയോഗം സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ആശീർവദിക്കണമേ. ഈശോയെ, അവിടുത്തെ കരുണ ഒഴുകട്ടെ. അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന മക്കളുടെ മേൽ അവിടുത്തെ കൃപ ഒഴുകട്ടെ. കർത്താവെ, സൗഖ്യപ്പെടുത്തുന്ന അവിടുത്തെ സ്പർശനം ഈ സഹോദരങ്ങൾ അനുഭവിക്കുവാൻ ഈശോയെ വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ അവിടുന്ന് മക്കളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മക്കളെ ഈശോയെ അവിടുന്ന് കരുത്ത് പകർന്ന് ആശ്വസിപ്പിക്കണമേ. നൈരാശ്യത്തിലിരിക്കുന്ന മക്കളുടെ മേൽ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം അയച്ച് പ്രത്യാശയാൽ അവിടുന്ന് നിറയ്ക്കണമേ. കർത്താവേ, മക്കളെ ഓരോരുത്തരെയും അവിടുന്ന് ഏറ്റെടുക്കണമേ. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ അങ്ങേ സന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സവിശേഷമായ പ്രാർത്ഥനകളുടെ മേൽ അവിടുത്തെ കൃപയാൽ അമ്മ മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ കൃപയാൽ അനുഗ്രഹിച്ച് ആശീർവദിച്ച് വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ അമൂല്യമായ തിരുരക്തത്തിന്റെ സംരക്ഷണയിൽ എല്ലാ ക്ലേശങ്ങളും അകറ്റി ജീവിതത്തെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് വിശ്വസ്തയോടെ ഉടമ്പടി ജീവിതം നയിക്കുവാൻ ശക്തി പകർന്നുകൊണ്ട് ഓരോ മക്കളെയും സഹായിക്കണമേ. പ്രിയമുള്ളവരെ, എല്ലാ നിയോഗങ്ങളും ഈശോയുടെ അരികിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ആരാധനയുടെ മണിക്കൂറിൽ നമ്മുടെ ജീവിത വിഷയങ്ങൾ ഈശോ ഏറ്റെടുക്കുന്നതിന് വേണ്ടി അമ്മ മാതാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് നേടിത്തരുന്നതിന് വേണ്ടി ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് ഒരുമിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, സ്തുതി കർത്താവേ, ആരാധന മഹത്വം കർത്താവേ, സ്തുതി കർത്താവേ, ആരാധന കർത്താവേ, മഹത്വം കർത്താവേ, സ്തുതി കർത്താവേ, ആരാധന കർത്താവേ, അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, അവിടുത്തെ കൃപയിൽ ആശ്രയിക്കുന്ന കർത്താവേ, അവിടുത്തെ ശക്തി ഞങ്ങളിലേക്ക് പ്രവഹിക്കണമേ കർത്താവേ, രോഗങ്ങളെ സൗഖ്യപ്പെടുത്തണമേ കർത്താവേ. വിളിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ അവിടുത്തെ അനന്തമായ കൃപ ഏത് ജീവിത ദുരിതത്തിനും അവിടുന്ന് നൽകിക്കൊണ്ട് വീണ്ടെടുത്ത് രക്ഷിക്കണമേ കർത്താവേ. ഈശോയെ ആശീർവദിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, സ്തുതി കർത്താവേ, ആരാധന. ഏറ്റവും ശരണത്തോടുകൂടി നമുക്ക് കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഒരുമിച്ച് ചെല്ലാം. അമ്മേ, പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ
അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധയമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും നമ്മുടെ എല്ലാ അപേക്ഷകളും ആവശ്യങ്ങളും കൃപാസന മാതാവിന്റെ തിരുനടയിൽ സമർപ്പിക്കാം. ബി.പി. ജോസഫ് അച്ഛൻ്റെ മിഷൻ നിയോഗങ്ങളെ അമ്മ മാതാവിന്റെ തിരുനടയിൽ ഈശോയുടെ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിക്കാം. ഡിസംബർ 7-ാം തീയതി അമ്മയുടെ തിരുസന്നിധാനത്തിലേക്ക് അണയുവാൻ ആഗ്രഹിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. അവരുടെ യാത്രയെ, അവരുടെ നിയോഗത്തെ, അമ്മയുടെ അരികിൽ അവർ കൊടുക്കുന്ന പ്രത്യേകമായ എല്ലാ അപേക്ഷകളെയും അമ്മ ഏറ്റെടുത്ത് ഈശോയ്ക്ക് കൊടുക്കുവാൻ, ഈശോയിലൂടെ സമയ ചുരുക്കത്തിൽ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഓൺലൈനിൽ ഈ നിമിഷങ്ങളിൽ ഈ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാ മക്കളെയും അവരുടെ ജീവിതത്തിൻ്റെ വിവിധ വിഷയങ്ങളെയും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹ വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരമാതാവേ, വാഗ്ദാനമേടകമേ, സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരമാതാവേ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നത് ചെയ്തിടും, ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നത്
ചെയ്തിടും ജീവിതം ധന്യമായി. ആവേ 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 മരിയ, 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 ആവേ 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 മരിയ. പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകമായ പരിശുദ്ധമ്മയുടെ ഉദരത്തിൽ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം നിക്ഷേപിക്കുവാൻ തിരുമനസ്സായ കർത്താവെ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളും ദൈവത്തോട് ചെയ്തിട്ടുള്ള ഉടമ്പടി വിശ്വസ്തയോടെ പാലിച്ച് വിശുദ്ധിയിലും ദൈവഭക്തിയിലും നിലനിൽക്കുവാനുള്ള കൃപ പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ മാനുഷികമായ വഴികൾ അസ്തമിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ, ഉടമ്പടി പ്രകാരമുള്ള അവിടുത്തെ പുതിയ വഴികൾ ഈ പ്രാർത്ഥന വഴി ഞങ്ങളുടെ ജീവിതത്തിൽ കാണിച്ചു തരണമേ. കൃപാസനത്തിലെ പരിശുദ്ധമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം വഴി പുതിയ ജീവിത വഴികൾ ഞങ്ങളുടെ ജീവിതത്തിലും കാണിച്ചു തരുവാൻ തിരുമനസ്സാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദാന പേടകമായ പരിശുദ്ധമ്മ എലിസബത്തിൻ്റെ ഭവനത്തിൽ സ്വീകരിക്കപ്പെട്ടപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ തിരുമനസ്സായ കർത്താവെ, ഞങ്ങളും കൃപാസന മാതാവിനോടുള്ള ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുക വഴി അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാൽ ഇപ്പോൾ നിറയപ്പെടുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ഏറ്റുചൊല്ലാം. ഇതാ കർത്താവിന്റെ ദാസി, അങ്ങേ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന ഉടമ്പടി വചനം ഉച്ചരിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ച നാഥേ, ഈ നിമിഷം പൂർണ്ണമായി ഞങ്ങളെ അങ്ങേക്ക് കാണിക്കയായി സമർപ്പിക്കുന്നു. അബ്രഹാത്തിന്റെ 99-ാമത്തെ വയസ്സിൽ പ്രത്യക്ഷപ്പെട്ട് തന്റെ മുമ്പാകെ വിശുദ്ധിയിൽ വ്യാപരിക്കുക എന്ന ഉടമ്പടി വചനത്തിലൂടെ വഴി നടത്തിയ ദൈവമേ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് അടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തന്റെ ജീവിതം ദൈവ തിരുമനസ്സിന് ഉടമ്പടി ചെയ്തപ്പോൾ വചനം മാംസമായി രക്ഷകൻ പിറന്നതുപോലെ അതേ വാക്യാർത്ഥത്താലെ അവൻ പറയുന്നത് പോലെ ചെയ്യുവൻ എന്ന ഉടമ്പടി വചനത്താൽ വെറും വെള്ളത്തെ പുതുവീഞ്ഞാക്കി അമ്മയുടെ മധ്യസ്ഥത്താൽ ഈശോ രൂപാന്തരപ്പെടുത്തിയതുപോലെ ഈശോയെ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലും ദൈവരാജ്യത്തിന്റെ അടയാളങ്ങൾ ആരംഭിക്കണമേ. നീ ഭൂമിക്കൊരു അനുഗ്രഹമായിരിക്കും എന്ന അബ്രഹാത്തിലൂടെ വിശ്വാസികൾക്കെല്ലാം അവിടുന്ന് നൽകിയ വാഗ്ദാനമനുസരിച്ച് കണ്ണീരിന്റെ ഈ കാലത്ത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി കാനായിലെ ആദ്യ അത്ഭുതമെന്നോണം ഞങ്ങളുടെ ജീവിതത്തിലും ദൈവിക അടയാളങ്ങൾ ആരംഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നതിനും ശാക്തീകരിക്കുന്നതിനും അങ്ങയുടേതാക്കി തീർക്കുന്നതിനും വേണ്ടിയാണല്ലോ കർത്താവെ അങ്ങ് മനുഷ്യവർഗവുമായി ഉടമ്പടി സ്ഥാപിച്ചത്. ഉടമ്പടി പ്രകാരം ഞങ്ങൾ അങ്ങയോട് വാഗ്ദാനം ചെയ്തിട്ടുള്ള നിബന്ധനകളിന്മേൽ വിശ്വസ്തത പാലിക്കുവാൻ ഞങ്ങളെ ഈ ഉടമ്പടി പ്രാർത്ഥന വഴി പ്രത്യേകം അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ദൈവമായ കർത്താവ് ഞാനാവുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത് എന്ന് അങ്ങ് ഉടമ്പടി പ്രകാരം ഞങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കാതെ ഞങ്ങൾ ഈ പ്രമാണത്തെ അവഗണിച്ചു പോയിട്ടുണ്ടെങ്കിൽ, വിശ്വസ്തത പുലർത്താതിരുന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ നിമിഷം അനുതപിച്ച് അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവെ, ഞങ്ങളോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത് എന്ന ഉടമ്പടി വാഗ്ദാന പ്രകാരം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നിർദ്ദേശത്തെ അവഗണിച്ചുകൊണ്ട് അവിടുത്തെ നാമം ഞങ്ങൾ ദുരുപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ നാമത്തിൽ മറ്റുള്ളവരോട് ചെയ്യുന്ന വാഗ്ദാനങ്ങളിൽ വിശ്വസ്തതയില്ലാതെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ നിമിഷം അനുതപിച്ച് അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം എന്ന കൽപ്പന നൽകിക്കൊണ്ട് അങ്ങ് ഞങ്ങളോട് ഉടമ്പടി ചെയ്തുവെങ്കിലും ഞങ്ങൾക്ക് പലപ്പോഴും പല കാരണങ്ങളാൽ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുവാൻ കഴിയാതെ പോയിട്ടുണ്ട്. അതിനെ ഓർത്ത് ഞങ്ങൾ ഈ നിമിഷം അനുതപിച്ച് അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുവാൻ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം എന്ന് അങ്ങ് ഞങ്ങൾക്ക് ഉടമ്പടി നിബന്ധനയായി നൽകിയ കൽപ്പന പാലിക്കാതെ ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ കുടുംബത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ പാലിക്കാതെ വീഴ്ചകൾ വന്നുപോയ നിമിഷങ്ങളെ ഓർത്ത് അനുതപിച്ച് അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. കൊല്ലരുത് എന്ന കൽപ്പന വഴി മനുഷ്യജീവന്റെ മൂല്യത്തെയും സഹോദരങ്ങളോട് ഞങ്ങൾക്കുണ്ടാവേണ്ട കരുതലിനെയും കുറിച്ച് ഞങ്ങൾ ഉടമ്പടിയിലൂടെ നിബന്ധന നൽകിയ നാഥ, ഈ കൽപ്പനയ്ക്കെതിരെ വാക്കാലും പ്രവൃത്തിയാലും വന്നുപോയ സമസ്ത അപരാധങ്ങളെയും ഓർത്ത് അനുതപിച്ചുകൊണ്ട് അങ്ങയോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. വ്യഭിചാരം ചെയ്യരുത് എന്ന 6-ാം കൽപ്പനയിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഉടമ്പടി വചനത്തിനെതിരായി വാക്കാലും പ്രവൃത്തിയാലും വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഓർത്ത് അനുതപിച്ചുകൊണ്ട് അങ്ങയോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. മോഷ്ടിക്കരുത് എന്ന 7-ാം ഉടമ്പടി കൽപ്പനയ്ക്കെതിരെ ചെയ്തുപോയ അപരാധങ്ങൾ ഓർത്ത് അനുതപിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയോട് മാപ്പ് അപേക്ഷിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. കള്ളസാക്ഷ്യം നൽകരുത് എന്ന ഉടമ്പടി വചനത്തിലൂടെ ഞങ്ങളുടെ അധരങ്ങളിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും അങ്ങയെ പ്രകീർത്തിക്കുവാനുള്ളതാണ് എന്ന് ഞങ്ങളെ അനുസ്മരിപ്പിച്ച നാഥ, ഈ പ്രമാണം പാലിക്കുന്നതിൽ ഞങ്ങൾക്ക് വന്നുപെട്ട കുറവുകൾ അനുസ്മരിച്ച് അനുതപിച്ചുകൊണ്ട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. അന്യന്റെ ജീവിത പങ്കാളിയെ മോഹിക്കരുത് എന്ന കൽപ്പനയിലൂടെ ദാമ്പത്യ വിശ്വസ്തതയെയും അതിൻ്റെ ഉടമ്പടിയെയും അരക്കിട്ടുറപ്പിച്ച നാഥ, ഞങ്ങളുടെ ദാമ്പത്യ ബന്ധങ്ങളിൽ അവിശ്വസ്തത വന്നുപോയിട്ടുണ്ടെങ്കിൽ എല്ലാ കുറവുകളും പരിഹരിച്ച് മാപ്പാകണമേ എന്ന് അനുതാപത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. അന്യന്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത് എന്ന കൽപ്പനയിലൂടെ ഞങ്ങളുടെ നിക്ഷേപത്തെക്കുറിച്ച് യഥാർത്ഥമായ ഉൾക്കാഴ്ച നൽകിയ നാഥ, ഈ ഉടമ്പടി വചനം പാലിക്കുന്നതിൽ വന്നുപോയ പാപങ്ങളെ പ്രതി അനുതപിച്ചുകൊണ്ട് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. രോഗസൗഖ്യ മഹത്വ പ്രാർത്ഥന.
പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാരങ്ങളാണ് അവൻ ചുമന്നത്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു എന്ന ഈശോ എന്ന സഹനദാസനെ കുറിച്ച് യെശയ്യായ്ക്ക് നൽകിയ വെളിപാട് പോലെ കർത്താവ് നമ്മളോട് ചെയ്ത ഉടമ്പടി പ്രകാരമാണ് അവൻ നമ്മുടെ പാപങ്ങളെ ഏറ്റെടുക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽക്കുകയും ചെയ്തത്. നമ്മുടെ രോഗങ്ങളാണ് അവൻ വഹിച്ചത്. അതുകൊണ്ട് തന്നെ യേശുവെന്ന ഏക രക്ഷകന്റെ ഉടമ്പടി പ്രകാരമുള്ള ഏറ്റവും വലിയ ദൗത്യം എന്നത് മനുഷ്യന്റെ പാപങ്ങളും രോഗങ്ങളും വഹിക്കുക എന്നതാണ്. ആ ഉടമ്പടി അനുസ്മരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മൾ ഇപ്പോൾ പാപമോചന, രോഗസൗഖ്യ, ദൈവമഹത്വ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ വാഗ്ദാന പ്രകാരമുള്ള സൗഖ്യത്തിനും വിടുതലിനുമായി നമ്മെ തന്നെ സമർപ്പിക്കുന്നു. മനുഷ്യന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും യേശുനാമത്താൽ സൗഖ്യപ്പെട്ട് ദൈവനാമം മഹത്വപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയരോഗമുള്ളവരുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവെ, ഹൃദയത്തിന്റെ വാൽവുകൾ ചുരുങ്ങിപ്പോയവർ, വാൽവ് ബ്ലോക്കുള്ളവർ, വാൽവ് ശോഷിച്ചവർ, വ്യത്യസ്തങ്ങളായ ഹൃദയരോഗമുള്ളവർ സുഖപ്പെട്ടുകൊണ്ട് ദൈവപിതാവേ യേശുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. കരൾ രോഗമുള്ളവരുടെ സൗഖ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, കരൾ രോഗമുള്ളവർ, കരൾ വികസിക്കുന്നവർ, മഹോദര രോഗമുള്ളവർ, അവരെ സുഖപ്പെടുത്തിക്കൊണ്ട് കർത്താവെ ഈ നിമിഷം അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ശ്വാസകോശ രോഗികളുടെ സൗഖ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ശ്വാസകോശങ്ങളെ ന്യൂമോണിയ, ആസ്മ, ടൈഫോയിഡ്, കോവിഡ് ഉൾപ്പെടെയുള്ള രോഗങ്ങളാൽ ശ്വാസകോശം ബ്ലോക്കായിരിക്കുന്നവർ, ശ്വാസ തടസ്സം അനുഭവിക്കുന്ന രോഗികൾ അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ അവരുടെ ശ്വാസകോശങ്ങളെ ഈ നിമിഷം കഴുകി സുഖപ്പെടുത്തി അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ശിരസ് സംബന്ധമായ രോഗങ്ങൾ സുഖപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ശിരസ് സംബന്ധമായ എല്ലാ രോഗികളുടെയും ശിരസിൽ അങ്ങയുടെ വിശുദ്ധമായ വലതുകരം വയ്ക്കണമേ. കർത്താവെ, പലതരത്തിൽ തലച്ചോറിന് കേടുള്ളവർ, അപസ്മാര രോഗികൾ, ന്യൂറോ രോഗികൾ, തല വലുതായ കുഞ്ഞുങ്ങൾ, നടക്കാത്ത കുഞ്ഞുങ്ങൾ, തല ഉറയ്ക്കാത്ത കുഞ്ഞുങ്ങൾ, സംസാരിക്കാത്ത കുഞ്ഞുങ്ങൾ, കേൾക്കാത്ത മക്കൾ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, തലയോട്ടിക്ക് വേദനയുള്ളവർ, വിട്ടുമാറാത്ത തലവേദനയുള്ളവർ, മുടിക്കൊഴിച്ചിലുള്ളവർ, എല്ലാവരുടെയും ശിരസിൽ അങ്ങയുടെ വിശുദ്ധ കരം വെച്ച് സുഖപ്പെടുത്തിക്കൊണ്ട് അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ഉദരരോഗികളുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവെ, ഉദരരോഗികൾ, വിശപ്പില്ലാത്തവർ, ദഹനക്കുറവുള്ളവർ, അൾസർ രോഗികൾ, അർശസ് രോഗികൾ, കുടലിൽ പുണ്ണുള്ളവർ, ഭക്ഷണം കഴിക്കുവാൻ പറ്റാത്തവർ, മറ്റു ഉദരരോഗങ്ങളുള്ളവർ, എല്ലാവരുടെയും ഉദരങ്ങളെ നിന്റെ വിശുദ്ധ കരത്താൽ സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ട് അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. PCOD രോഗങ്ങൾ, ഫിസ്റ്റുല രോഗങ്ങൾ, സിസ്റ്റ് രോഗങ്ങൾ, അവരുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവെ, മാസപ്പതിവ് ഇല്ലാത്തവർ, മാസപ്പതിവ് ക്രമം തെറ്റി വരുന്നവർ, അതിന് ചികിത്സ എടുത്തുകൊണ്ടിരിക്കുന്നവർ, കർത്താവെ, മൂത്രാശയത്തിന് കല്ലുള്ളവർ, കിഡ്നിയിൽ കല്ലുള്ളവർ, ഫിസ്റ്റുല രോഗങ്ങൾ, സിസ്റ്റുള്ളവർ, മുഴകൾ ഉള്ളവർ, എല്ലാവരെയും കർത്താവെ, ഉടമ്പടി എടുത്തവരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ, നിന്റെ വിശുദ്ധ വലതുകരത്തിന്റെ ശക്തിയാൽ അവരുടെ ഉദരങ്ങളെ സ്പർശിച്ചുകൊണ്ട് സുഖപ്പെടുത്തി അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. കർത്താവെ, എല്ലാ വാതരോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രക്തവാതമുള്ളവർ, ആമവാതമുള്ളവർ, വാദം കൊണ്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും നീര് കെട്ടിയിരിക്കുന്നവർ, വാദപ്പൊട്ടുള്ളവർ, വെരിക്കോസിന്റെ അസുഖമുള്ളവർ, എല്ലാവരെയും നിന്റെ തിരുമുറിവാർന്ന വലതുകരത്താൽ
സ്പർശിച്ച് സൗഖ്യപ്പെടുത്തിക്കൊണ്ട് അങ്ങേ നാമം മഹത്വപ്പെടട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. കിഡ്നി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, കിഡ്നിയിൽ കല്ലുള്ളവർ, കിഡ്നി ചുരുങ്ങുന്നവർ, കിഡ്നി പ്രവർത്തിക്കാത്തവർ, അതിന്റെ പേരിൽ ശരീരത്തിൽ നീർകെട്ടിയിരിക്കുന്നവർ, പല പല ഭക്ഷണങ്ങൾക്കും ഡയറ്റുള്ളവർ, എല്ലാവരെയും സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ട് അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ഓട്ടിസം രോഗികളുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവെ, എല്ലാ ഓട്ടിസം കുഞ്ഞുങ്ങളെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവ്, നിന്റെ വിശുദ്ധമായ അണിപ്പഴുതാർന്ന വലതുകരം കുഞ്ഞുങ്ങളുടെ ശിരസിൽ വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓട്ടിസം കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന മാതാപിതാക്കന്മാരുടെ വേദനകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ആതുരാലയങ്ങളെയും അങ്ങനെയുള്ള ശുശ്രൂഷാലയങ്ങളെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവിന്റെ വലിയ ശക്തി അവരിലേക്ക് ആവസിച്ച് അവർക്ക് സൗഖ്യവും സമാശ്വാസവും ലഭിച്ച് അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. എല്ലാ ഗർഭാശയ രോഗികളുടെയും സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവെ, ഗർഭാശയ രോഗികൾ, ഗർഭാശയത്തിന് സിസ്റ്റ് ഉള്ളവർ, ഗർഭാശയം ചുരുങ്ങിപ്പോയവർ, ഗർഭാശയത്തിന് കട്ടിയില്ലാത്തവർ, ഗർഭാശയത്തിന് ഒരു കുഞ്ഞിനെ ലഭിക്കുന്നതിനാവശ്യമായ സ്വാഭാവികമായ ശക്തിയില്ലാത്തവർ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗർഭാശയം ഇറങ്ങിപ്പോകുന്ന രോഗികളുണ്ട്. എല്ലാത്തരം ഗർഭാശയ രോഗികളെയും സ്പർശിച്ച് സൗഖ്യപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. മൂത്രാശയ രോഗികളുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവെ, മൂത്രത്തിന് കല്ലുള്ളവർ, മൂത്രമൊഴിക്കുമ്പോൾ വേദനയുള്ളവർ, എരിച്ചിലുള്ളവർ, മൂത്രം പോകാത്തവർ, അതിന്റെ പേരിൽ ശരീരത്തെ നീര് കെട്ടുന്നവർ, മൂത്രം അറിയാതെ പോകുന്നവർ, അങ്ങനെ വ്യത്യസ്തങ്ങളായ മൂത്രാശയ രോഗികളെയെല്ലാം കർത്താവെ ഇപ്പോൾ സ്പർശിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവരുടെ മൂത്രാശയ രോഗങ്ങൾ എല്ലാം സൗഖ്യപ്പെട്ടുകൊണ്ട് ഈ നിമിഷം ദൈവനാമം മഹത്വപ്പെടട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ വരുന്ന ജീവിത തടസ്സങ്ങളെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വിവാഹം ഒത്തുവരാത്തവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, വിവാഹം ഒത്തുവരാത്തവരെ അങ്ങേ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. വിവാഹപ്രായം കടന്നുപോയവർ, ഇപ്പോഴും ജീവിത പങ്കാളികളെ പ്രതീക്ഷിക്കുന്നവർ, അവരെ പ്രത്യേകം ഈ പ്രാർത്ഥനയിൽ അങ്ങേ സന്നിധിയിൽ സമർപ്പിക്കുന്നു. വിവാഹത്തിന് ആവശ്യമായ പണമോ സൗന്ദര്യമോ ആരോഗ്യമോ വിവാഹത്തിന് വേണ്ട കാര്യങ്ങൾ തിരക്കുവാനോ അന്വേഷിക്കുവാനോ ആരുമില്ലാത്തതിൻ്റെ പേരിൽ വിവാഹം മുട്ടിപ്പോയവർ, വിവാഹത്തിന് തടസ്സം നിൽക്കുന്നവർ, മറ്റു പല വിശ്വാസങ്ങളുടെ പേരിൽ വിവാഹം നടക്കാത്തവർ, അന്യനാടുകളിൽ ആയിപ്പോയതിൻ്റെ പേരിൽ ഇണയെ ലഭിക്കാത്തവർ എല്ലാവരെയും അവിടുന്ന് ഏറ്റെടുത്തുകൊണ്ട് ഈ നിമിഷം അവർക്ക് ജീവിത പങ്കാളിയെ നൽകിക്കൊണ്ട് അവർക്ക് ജീവിതം നൽകി ഈ പ്രാർത്ഥന വഴി പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയാൽ യേശുനാമം മഹത്വപ്പെടട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. കുട്ടികളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, കുട്ടികളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലാത്തവർ, കർത്താവെ, അതിനുവേണ്ടി ശാസ്ത്രീയ മാർഗങ്ങളെല്ലാം അനുവർത്തിച്ചവർ, ഇപ്പോഴും ഒരു കുഞ്ഞിനെ കിട്ടുന്നതിന് വേണ്ടി വേദനിച്ച് പ്രാർത്ഥിക്കുന്നവർ, അങ്ങനെ പ്രാർത്ഥിച്ച് മടുത്തവർ, അവരെയെല്ലാം കർത്താവെ അവിടുത്തെ തിരുസന്നിധിയിൽ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ സമർപ്പിക്കുന്നു. കർത്താവെ, നിന്റെ വിശുദ്ധ വലത് കരത്താൽ അവരെ എല്ലാം സ്പർശിക്കണമേ. കുട്ടികളില്ലാത്ത മാതാപിതാക്കളെ സ്പർശിക്കണമേ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഇപ്പോൾ അവർക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കുവാനുള്ള അനുഗ്രഹം ലഭിച്ച് ദൈവനാമം മഹത്വപ്പെടട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ജോലിയില്ലാത്തവർക്കും ജോലി നഷ്ടപ്പെട്ടവർക്കും ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, കുടുംബം പുലരുവാൻ ഒരു മാർഗവുമില്ലാതെ സാമ്പത്തികമായ കടങ്ങളും
നിത്യച്ചെലവിന് പോലും വഴിയില്ലാതെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ശ്രദ്ധിക്കുവാൻ പറ്റാതെ, വീട് പോലും റിപ്പയർ ചെയ്യുവാൻ പറ്റാതെ, ജോലിയില്ലായ്മ കാരണം ജീവിതം തന്നെ വലിയ ഭാരമായി മാറിയിട്ടുള്ളവർ, ഒരു ജോലി കൊണ്ട് 5ഉം 6ഉം കുടുംബങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നവർ, എങ്ങനെ ജീവിക്കുമെന്ന് അറിയുവാൻ പാടില്ലാത്തവർ എല്ലാവരെയും പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഈ ദിവ്യകാരുണ്യ ആരാധനയുടെ ശക്തിയാൽ ജോലി ലഭിച്ചുകൊണ്ട് ദൈവനാമം മഹത്വപ്പെടട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി, വിവിധ പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുവാൻ ഒരുങ്ങുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, എല്ലാ വിദ്യാർത്ഥികളെയും വ്യത്യസ്തങ്ങളായ പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾക്കും നൈപുണ്യ പരീക്ഷകൾക്കും ഒരുങ്ങുന്നവരെയും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പഠിച്ചിട്ട് മനസ്സിലാകാത്തവരെയും പഠിച്ചിട്ട് പലവട്ടം തോറ്റുപോകുന്നവരെയും റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെയും വ്യത്യസ്തങ്ങളായ കാരണങ്ങളാൽ റിസൾട്ട് വരാത്തവരെയും സർട്ടിഫിക്കറ്റ് കിട്ടാത്തവരെയും എല്ലാം ഇപ്പോൾ അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ പോകുവാനുള്ള യോഗ്യതാ പരീക്ഷകളെയും ഓരോ ഉപരിപഠനത്തിന്റെ യോഗ്യതാ പരീക്ഷകളെയും ജോലി ലഭിക്കുവാനുള്ള മത്സര പരീക്ഷകളിൽ മുഴുകിയിരിക്കുന്നവരെയും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയാൽ, ഈ ദിവ്യകാരുണ്യ ആരാധനയാൽ ദൈവത്തിന്റെ ശക്തി അവരുടെ മേൽ പ്രവർത്തിച്ചുകൊണ്ട് അവരുടെ യോഗ്യതകളെക്കാൾ ഉപരി ദൈവത്തിന്റെ കൃപയാൽ അവർ പരീക്ഷ ജയിക്കുവാനും അവർ ആഗ്രഹിക്കുന്നത് നേടിയെടുത്തുകൊണ്ട് ദൈവനാമം മഹത്വപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. പറമ്പ് വിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർ, പറമ്പ് വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, സ്ഥലത്തിന് വഴിയില്ലാത്തവർ, സ്ഥലത്തിന്റെ രേഖകൾ ശരിയല്ലാത്തവർ, പ്രമാണം നടക്കാത്തവർ, ഭാഗ ഉടമ്പടി നടക്കാത്തവർ, പറമ്പ് വാങ്ങിച്ചിട്ട് വിറ്റുമാറാതെ വിഷമിക്കുന്നവർ, തന്മൂലം സാമ്പത്തികമായ ബാധ്യതയും കടവും പലിശയും കൂടിയവർ, അങ്ങനെയുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പറമ്പ് സംബന്ധമായ കണ്ണീരനുഭവിക്കുന്ന അനേകം മക്കൾ ഇപ്പോൾ വലിയ സംഘർഷത്തിൽ ഈ ദിവ്യകാരുണ്യ ആരാധന കൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെ അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ, ഈ ദിവ്യകാരുണ്യ ആരാധനയുടെ ശക്തിയാൽ സ്ഥല സംബന്ധമായ മുഴുവൻ തടസ്സങ്ങളും ദോഷങ്ങളും മാറുവാനും, ദോഷസ്ഥലങ്ങളുടെ 4 അതിരുകളിൽ ഈശോയുടെ വിശുദ്ധ രക്തം തളിക്കപ്പെടുകയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ വസിപ്പിടത്തിന്റെ ക്ലേശങ്ങൾ മാറി യേശുനാമം മഹത്വപ്പെടട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർ, പോകുവാൻ ആഗ്രഹിക്കുന്നവർ, പോയിട്ട് തിരിച്ചു വരുവാൻ ആഗ്രഹിക്കുന്നവർ, അവിടെ ജോലി ശരിയാകാത്തവർ, പഠനം ശരിയാകാത്തവർ, അതിനുവേണ്ടി ശ്രമിക്കുന്നവർ, വിദേശത്ത് വന്നിട്ട് വർക്ക് വിസ കിട്ടാത്തവർ, വർക്ക് പെർമിറ്റ് കിട്ടാത്തവർ, റിലീവ് വിസ കിട്ടാത്തവർ, തിരിച്ചു വരുവാൻ ആഗ്രഹിച്ചിട്ട് പോരുവാൻ പറ്റാത്തവർ, ഇങ്ങനെ സ്വദേശത്തും വിദേശത്തുമുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, പ്രവാസികളുടെ പ്രാരാബ്ദങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ സങ്കീർണമായ ജീവിത പ്രശ്നങ്ങൾ, അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന വീട്ടുകാരുടെ ദൈന്യമായ അവസ്ഥകൾ, ജോലി പ്രശ്നങ്ങൾ, രേഖാമൂലമായ തർക്ക വിഷയങ്ങൾ എന്നിവ അങ്ങ് പൂർണ്ണമായും ഏറ്റെടുത്തുകൊണ്ട് ഈ ആരാധനയുടെ ശക്തിയാൽ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. കർത്താവെ, ഉടമ്പടി എടുത്തിരിക്കുന്ന എല്ലാവരും, ഉടമ്പടി എടുക്കുവാൻ ആഗ്രഹിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും വിശുദ്ധ ജീവിതം നയിക്കുന്നതിനും വിശ്വസ്തയോടെ അതിൽ നിലനിൽക്കുന്നതിനുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ മക്കളെയും അവിടുന്ന് ഏറ്റെടുക്കണമേ. കർത്താവെ, അവൻ പറയുന്നത് പോലെ ചെയ്തുകൊണ്ട് വചനാധിഷ്ഠിതമായി ജീവിച്ച് പരിശുദ്ധ അമ്മയുടെ ആധ്യാത്മികത ആവാഹിച്ചുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിലും പരത്തിലും ദൈവരാജ്യത്തിന് സ്വന്തമായി ജീവിക്കുവാൻ വേണ്ടി ഉടമ്പടിയാൽ പ്രത്യേകം സമർപ്പിതരായ എല്ലാവരുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ.
ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹീതനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നെഞ്ചകനീറുന്നമ്മേ, കൃപാസനത്തിൻകായേ, ശുശ്രൂഷയേകുമ്പം ആനന്ദമേകുന്ന വാഗ്ദാനമേകണമേ. നെഞ്ചകനീറുന്നമ്മേ, കൃപാസനത്തിൻകായേ, ശുശ്രൂഷയേകുമ്പം ആനന്ദമേകുന്ന വാഗ്ദാനമേകണമേ. ഭാരത്താൽ വീഴുന്നോർക്ക് ആശ്രയമെന്നും നീ, സഞ്ചരിച്ചെന്നും സൗഖ്യം പകരുന്ന സമയത്തിൻ രാജ്ഞിയമ്മേ. ത്രിത്വത്തിൻ പ്രിയമേറുന്ന സ്വർഗത്തിൻ സമ്മാനമേ, ഏവർക്കും അമ്മയ നിത്യവും വാഴുന്ന വാഗ്ദാനമേകണമേ. നീലയങ്കിക്കുള്ളിൽ നിത്യവും കാത്തിടുന്ന നീതിമാനായ യൗസേപ്പ് പിതാവിന്റെ പ്രിയമേറും പങ്കാളി. നെഞ്ചകനീറുന്നമ്മേ, കൃപാസനത്തിൻകായേ, ശുശ്രൂഷയേകുമ്പം ആനന്ദമേകുന്ന വാഗ്ദാനമേകണമേ. വാഗ്ദാനമേകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിലേക്ക് നമ്മുടെ എല്ലാ ജീവിത വിഷയങ്ങളെയും ഈ നിമിഷങ്ങളിൽ സമർപ്പിക്കാം. നാളിതുവരെ ഉടമ്പടിയെടുത്ത് അമ്മ മാതാവിൻ്റെ തിരുനടയിലെത്തി ശരണപ്പെട്ട് പ്രാർത്ഥിച്ച് ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോഴും ഉടമ്പടി കൃത്യമായി പുതുക്കിക്കൊണ്ട് ദൈവകൃപയ്ക്ക് വേണ്ടി നിരന്തരം ആഗ്രഹിച്ച് ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളെയും സമർപ്പിച്ച് ദൈവഹിതപ്രകാരം ജീവിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഓൺലൈൻ ഉടമ്പടി എടുത്തിരിക്കുന്ന എല്ലാ മക്കളെയും ഈശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ലൈറ്റ് എ കാൻഡിൽ പ്രയറിലൂടെ നിയോഗം സമർപ്പിച്ചിരിക്കുന്ന എല്ലാ മക്കളെയും ഈശോയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അവർ ഡെയിലി ബ്രെഡ് എന്ന പ്രഭാത പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് അതാത് ദിവസത്തെ നിയോഗങ്ങൾ കമൻ്റായി എഴുതി അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ ഈശോയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും
ദിവ്യകാരുണ്യ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. വി പി ജോസഫ് അച്ഛൻ്റെ എല്ലാ മിഷൻ ദൗത്യങ്ങളെയും, അച്ഛൻ്റെ ആരോഗ്യത്തെയും, അച്ഛൻ്റെ ആത്മീയമായ കൃപകളെയും അത് വർദ്ധിപ്പിച്ച് അച്ഛൻ ആശീർവദിക്കുമ്പോൾ, അച്ഛൻ സ്പർശിക്കുമ്പോൾ, അച്ഛൻ പ്രത്യേകമാവിധം പ്രാർത്ഥിക്കുമ്പോൾ അത് ഓരോരുത്തർക്കും വലിയ ദൈവകൃപയുടെ ദൈവാനുഭവത്തിൻ്റെ അവസരമാകുന്നതിന് വേണ്ടി അച്ഛനെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഡിസംബർ 7 തീർത്ഥാടകരായി അമ്മ മാതാവിൻ്റെ തിരുസന്നിധാനത്തിലേക്ക് എത്തിച്ചേരുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ദിവ്യകാരുണ്യനാഥന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ അഖണ്ഡ ജപമാല ഗ്രൂപ്പുകളെയും പരിശുദ്ധമ്മയുടെ സംരക്ഷണയിൽ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഉടമ്പടിയിൽ ജീവിക്കുന്ന മക്കൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും കൂട്ടായ്മകളെയും ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവസ്നേഹത്തോടുകൂടി ഉടമ്പടി ജീവിതത്തിൽ ജ്വലിച്ച് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്ന എല്ലാ മക്കളെയും, കാരുണ്യ പ്രവൃത്തികൾ സ്വീകരിക്കുന്ന എല്ലാ ഭവനങ്ങളെയും ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോ എനിക്ക് മതിയായവൻ, അവൻ്റെ നാമം മഹത്വപ്പെടുത്തുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഉടമ്പടി ജീവിതത്തിൽ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ചിലപ്പോഴെങ്കിലും അവർ നേരിടുന്ന സങ്കടങ്ങളിൽ, തിക്താനുഭവങ്ങളിൽ കൂടുതൽ കരുത്തോടെ ഈശോയോടുള്ള സ്നേഹത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാകുന്നതിന് പ്രേക്ഷിത വേലയിലായിരിക്കുന്ന മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കൃപാസനത്തിലെ എല്ലാ ശുശ്രൂഷകരെയും, കഠിന കാലങ്ങളിൽ ഈ ആലയത്തിൽ ആത്മീയ ശുശ്രൂഷ ചെയ്ത എല്ലാ വ്യക്തികളെയും, സന്യസ്തരെയും, വൈദികരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് എല്ലാ ജീവിത വിഷയങ്ങളെയും, നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും അമ്മ മാതാവിൻ്റെ കരങ്ങളിലൂടെ ഈശോയുടെ ദിവ്യകാരുണ്യത്തിന് കൊടുത്തുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഒരുമിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തുതി കർത്താവേ, ആരാധന കർത്താവേ, മഹത്വം കർത്താവേ, സ്തുതി കർത്താവേ, ആരാധന കർത്താവേ. ഈശോയെ വിളിയോടെ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കരുണയാകണമേ. അവിടുത്തെ ശക്തി മക്കളുടെ മേൽ പ്രവേശിക്കണമേ. അവിടുത്തെ വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ അമൂല്യമായ തിരുരക്തത്തിലെ സംരക്ഷണയാൽ നാളെ വരെ അർപ്പിച്ച വിശുദ്ധ യോഗ്യതകളാൽ ഈ മക്കളെ അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും, എല്ലാ ജീവിത വിഷയങ്ങളും ഏറ്റെടുത്ത് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. എല്ലാ തടസ്സങ്ങളും നീക്കിക്കൊടുക്കണമേ. എല്ലാ രോഗങ്ങളും ഉച്ച മുതൽ ഉള്ളംകാല് വരെ അവിടുത്തെ തിരുരക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് സൗഖ്യപ്പെടുത്തണമേ. കർത്താവേ, അവിടുത്തെ നാമം മഹത്വപ്പെടുത്തണമേ. ആദിയോടെ ജീവിക്കുന്നവർ, ആകൃതിയോടെ ജീവിക്കുന്നവർ, നൈരാശ്യത്തിൽ കഴിയുന്നവർ അങ്ങിൽ പ്രത്യാശ അർപ്പിച്ച് പുതുജീവൻ പ്രാപിക്കുവാൻ ആശീർവദിക്കണമേ. ഹല്ലേലൂയ. ആരാധന, 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 ആരാധന കർത്താവേ. കാരുണ്യവാനായ ദൈവമേ, വചനം കേട്ടത് പാലിക്കുന്നതിലൂടെ, ഉടമ്പടി നിബന്ധനകൾ പാലിക്കുന്നതിലൂടെ ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളിൽ എന്നും കുടികൊള്ളുവാൻ തിരുമനസ്സാകണമേ. നരകീയ തിന്മകൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ദൈവകൽപ്പനകൾ പാലിച്ച് യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരായി ജീവിച്ച് നിത്യം പോരാടുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധമ്മയുടെ സവിശേഷമായ മധ്യസ്ഥതയാൽ കനായിലെ വിവാഹ വീട്ടിൽ അവൻ പറയുന്നത് പോലെ ചെയ്യുവനെന്ന ഉടമ്പടി വചനത്താൽ ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതുപോലെ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുന്നതിലൂടെ ഞങ്ങളുടെ ഭവനങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ തിരുമനസ്സാകണമേ. ക്രിസ്തീയ വിശ്വാസത്തിന്റെ വഴിയും വാതിലും ലോകത്തിന് കനായിൽ നടന്ന അത്ഭുതത്തിലൂടെ കാണിച്ചു കൊടുത്ത അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിലെ സന്നിഗ്ധ ഘട്ടങ്ങളിൽ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട്
എപ്പോഴും പ്രവർത്തന നിരതനായ പിതാവിൻ്റെ വലിയ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ തിരുമനസ്സാകണമേ. ലൂക്കാ 8:21, 11:28 തിരുവചനമനുസരിച്ച് ദൈവവചനം കേട്ട് അതനുസരിച്ച് പ്രവർത്തിച്ച് സുവിശേഷ സാക്ഷ്യമാക്കി ഞങ്ങളുടെ ജീവിതങ്ങളെയും രൂപാന്തരപ്പെടുത്തണമേ. സാക്ഷ്യ ജീവിതത്തിലൂടെയും കാരുണ്യ പ്രവൃത്തികളിലൂടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയും വിശ്വാസം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഖ്യാപിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തൃത്വൈക ദൈവത്തെ ഞങ്ങളുടെ ജീവിത വിഷയങ്ങളിലേക്കും ഇടപെടുവാൻ കഴിവുണ്ടാകണമേ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി ഈശോയെ, ദിവ്യകാരുണ്യനാഥ, ഞങ്ങൾക്ക് ഈ പ്രാർത്ഥനകളൊക്കെയും അവിടുന്ന് അനുഗ്രഹമാക്കി നേടിത്തരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേയ്ക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേയ്ക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേയ്ക്ക് ആരാധന. ആവേ 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 മരിയ, ആവേ 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 മരിയ,